നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് 2025 മാർച്ച് 29 ശേഷം ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് കണ്ടകശനി ബാധിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതാകുമ്പോൾ ചന്ദ്രലഗ്നത്തിന്റെ കേന്ദ്രങ്ങളായ രാശിയിൽ, അതായത് 4, 7, 10 എന്നീ ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് കണ്ടകശനി കാലം ഉണ്ടാകുന്നത്. കണ്ടകശനി ഉള്ള നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അതായത് 4 കൂറിൽ ഉൾപ്പെട്ട നക്ഷത്ര ജാതകർക്കാണ് ഈ വർഷം കണ്ടകശനി ആരംഭിച്ചിരിക്കുന്നത്. അതായത് മിഥുനക്കൂറിൽ ഉൾപ്പെട്ട മകയിരമര, തിരുവാതിര, പുണർദം മുക്കാൽ നക്ഷത്ര ജാതകർക്കും, അതുപോലെ കന്നിക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരാര നക്ഷത്ര ജാതകർക്കും, ധനുക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടം കാൽ നക്ഷത്ര ജാതകർക്കും, മീനക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന പൂരുരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്ര ജാതകർക്കും ഈ കാലഘട്ടത്തിൽ കണ്ടകശനി കാലഘട്ടമാകുന്നു. മിഥുനക്കൂറിൽ ഉൾപ്പെട്ട മകയിരമര, തിരുവാതിര, പുണർദം മുക്കാൽ ഈ നക്ഷത്ര ജാതകർക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ വളരെയധികം സാധ്യതയേറുന്നു. കന്നിക്കൂറിൽ ഉൾപ്പെട്ട ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരാര നക്ഷത്ര ജാതകർക്ക് 7-ൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടമായതിനാൽ വിവാഹ കാര്യങ്ങളിൽ തടസ്സവും, ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞു നിൽക്കേണ്ടതായ അവസ്ഥയും, യാത്രകൾക്ക് തടസ്സവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാകുന്നു ഈ കാലഘട്ടം. ധനുക്കൂറിൽ ഉൾപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടംകാൽ നക്ഷത്ര ജാതകർക്ക് ഗൃഹത്തിൽ പലവിധ കലഹങ്ങൾ വന്നു ഭവിക്കുകയും വാഹനാപകടം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാകുന്നു ഈ 2.5 വർഷ കാലഘട്ടം. അടുത്തതായി പൂരുരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ദേഹത്ത് മുറിവ്, ചതവ് മുതലായവ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അതോടൊപ്പം ഈ നക്ഷത്ര ജാതകർക്ക് ജന്മശനി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടകശനിയും ജന്മശനിയും ഒരുമിച്ച് നടക്കുന്ന കാലഘട്ടമാകുന്നു. ശനി ദോഷ പരിഹാരത്തിനായി ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്തുന്നതും, ഹനുമാന് വടമാല, വെറ്റിലമാല സമർപ്പിക്കുന്നതും, ശബരിമല ദർശനം നടത്തുന്നതും, കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും, അരയാൽ പ്രദക്ഷിണം വെക്കുന്നതും വളരെ ഉത്തമമാകുന്നു ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.